പ്രിയമുള്ളവരെ, ഞാൻ വിജയകുമാർ കളരിക്കൽ ഒരു കഥ പറയുകയാണ്. കഥയുടെ പേര് ദീപാങ്കുരൻ്റെ 5-ാമത്തെ കുപ്പായം. ദീപാങ്കുരൻ മങ്കാവടി നഗരസഭയിലെ 20-ാം വാർഡിൽ താമസിക്കുന്നു. കാർഷിക തൊഴിലാളിയാണ്. ഇരുനിറക്കാരൻ, കാഴ്ചയ്ക്ക് മിടുക്കൻ, പെരുമാറ്റത്തിൽ മാന്യൻ. സ്വന്തം വാർഡിലും അടുത്ത വാർഡുകളിലും വീടുകളിലെ പറമ്പുകളിൽ കൃഷിപ്പണികൾ ചെയ്താണ് ജീവിതം. കൃഷികളൊന്നും വിപുലീകരിച്ച് ചെയ്തു വരുന്നതല്ല. വീട്ടുകാർക്ക് വേണ്ടി പച്ചക്കറികളും വാഴയും കൃഷി ചെയ്യുന്നതും തെങ്ങിന് തടം കോരി വളം വയ്ക്കലുമാണ് പ്രധാന തൊഴിലുകൾ. അതിനേക്കാൾ ഉപരിയായി പറമ്പ് വൃത്തിയായി കിടക്കുമെന്നാണ് ചിന്ത. 10-20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. എന്നാലും പുല്ല് ചെത്തി വൃത്തിയാക്കി തെങ്ങിനും വാഴയ്ക്കും ചെത്തിക്കൂട്ടിയിരിക്കുന്നത് കാണുമ്പോൾ മനക്കുളിർ ഉണ്ടാകുന്നത് അവരൊക്കെ അനുഭവിച്ചിരുന്നു. ചിലരൊക്കെ കളയ്ക്ക് മരുന്നടിച്ചും പുല്ലുവെട്ടിയും പറമ്പ് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ അവിടെയൊന്നും കാഴ്ചയ്ക്ക് നല്ലതല്ല. അതാണ് ദീപാങ്കുരൻ്റെ വിജയം, ജീവിതമന്ത്രവും. അവന് 2 പെൺകുട്ടികളാണ്. പഠിക്കുന്നവർ ഹൈസ്കൂളിലും കോളേജിലും. ഭാര്യ, ഗൃഹസ്ഥ, സന്തോഷകരമായ ജീവിതം. പക്ഷേ നോട്ട് നിരോധനം വന്നപ്പോൾ ഒരു തകിടം മറിച്ചിൽ സംഭവിച്ചു. അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വീടുകളിൽ സാമ്പത്തിക ഞെരുക്കം. കൃഷിപ്പണിക്ക് വിളിക്കാതെയായി. ജോലിക്കായി ചെന്ന വീടുകളിലെല്ലാവരും പറഞ്ഞു, ദീപാങ്കര, ഇന്ന് വേണ്ട, ഇത്തിരി ഞെരുക്കത്തിലാണ്. നിനക്കറിയാമല്ലോ, നോട്ട് നിരോധനം വലിയൊരു പ്രശ്നമാണ്. കുറച്ച് ദിവസം കഴിയട്ടെ. പിന്നീട് 2 വെള്ളപ്പൊക്കങ്ങൾ വന്നു. സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങി. ദീപാങ്കരൻ്റെ ജീവിതപാതയിൽ കളകൾ കയറി നിറയാൻ തുടങ്ങി. പുതിയ ജോലികൾ തേടി, മാർഗങ്ങൾ തേടി കിട്ടാതെ വന്നപ്പോൾ മാനസികമായിട്ടൊരു മന്ദതയിലേക്ക് നീങ്ങി. വീട്ടിനുള്ളിലെ സന്തോഷകരമായിരുന്ന അവസ്ഥ പരിണമിച്ചു കൊണ്ടിരുന്നു. ഭാര്യയും മക്കളും എന്തിനോടും ചോദിച്ചു നിന്നുകൊണ്ട് താളം തെറ്റാത്ത മനസ്സുമായി അവൻ മുന്നോട്ട് തന്നെ നടന്നു. പക്ഷേ യാത്രകളൊന്നും സമതലങ്ങളിലൂടെ ആയിരുന്നില്ല. പെട്ടെന്ന് ആഗോള ജീവിതത്തിലേക്ക് മഹാമാരിയായി കോവിഡ് വന്നെത്തി. പാതകൾ കല്ലും കരടും കാഞ്ഞിരക്കുറ്റിയും മുള്ളും മുരിക്കും മൂർഖം പാമ്പും നിറഞ്ഞ് കുണ്ടും കുഴിയും ഇടതോർന്ന് വനങ്ങളിലേക്ക് വളർന്നു. കാലം അങ്ങനെയാണ്, പ്രകൃതിയും അങ്ങനെ തന്നെയാണ്. അവയുടെയൊക്കെ ജനിതക അവസ്ഥയിലൂടെ മാത്രമേ നീങ്ങുകയുള്ളൂ. ആ സത്യം ദീപാങ്കുരൻ അംഗീകരിച്ചു. ജീവിതത്തെ കൂടുതൽ ഒതുക്കത്തിലേക്ക് നീക്കി നിർത്തി. പക്ഷേ കുടുംബത്തിൻ്റെ ജീവിത ചെലവുകൾ, മക്കളുടെ പഠനം, ഭാവി. ഇപ്പോഴാണ് അവൻ BPL-കാരൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന് ചിന്തിക്കുന്നത്. അത് പണ്ടും അറിയാമായിരുന്നു. നീലക്കാർഡ് കിട്ടിയപ്പോൾ അന്വേഷിച്ചതുമാണ്. അവന് നല്ല ഒരു മാർക്കപിടില്ല, വാഹനമില്ല, നല്ല മൊബൈൽ പോലുമില്ല. എന്നിട്ടും എന്തേ നീലക്കാർഡ്? സഹായ വാഗ്ദാനങ്ങൾ പല രാഷ്ട്രീയ പ്രവർത്തകരും നൽകിയിരുന്നതുമാണ്, കിട്ടിയില്ല. നീലക്കാർഡിൽ കിട്ടുന്ന ആനുകൂല്യം കൊണ്ട് ജീവിതത്തിൽ നീക്കുപോക്കുകൾ വരുത്തി മുന്നോട്ട് തന്നെ നടന്നു. പക്ഷേ ഒരു സാധാരണ ഫോണുമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വന്നപ്പോൾ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകൾ തുണയായി. പുതിയ മൊബൈൽ ഫോൺ അവനെയും പല അറിവുകളിലേക്ക് നയിക്കുന്നതായി കാണുന്നു. പക്ഷേ കുട്ടികൾക്ക് തെറ്റായ അറിവുകളിലേക്കുള്ള വാതായനമായിട്ട് മാറരുതെന്ന് ഭാര്യ പറഞ്ഞു ധരിപ്പിച്ചു. അവനറിയാം മക്കൾ അങ്ങനെ ആകുകയില്ലെന്ന്. എങ്കിലും അച്ഛൻ്റെ സമാധാനത്തിന് വേണ്ടി മൊബൈൽ ഫോൺ വഴി തുറന്നു വച്ച വാതായനത്തിലൂടെ പുറം കാഴ്ചകൾ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവനും ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോട്ടങ്ങൾ മനസ്സിലാക്കിയ മക്കൾ അച്ഛനെയും അമ്മയെയും കാണിച്ചു കൊടുത്തു. അതിൽ അതിർവരമ്പുകളില്ലാത്ത അറിവുകൾ, നിയന്ത്രണങ്ങളില്ലാത്ത അറിയിപ്പുകൾ ദീപാങ്കുരനും ഭാര്യയും കൺമിഴിച്ചിരുന്നു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണോ? അവർ പറയും, പൂർണ്ണമായിട്ടും ആകണമെന്നില്ല, പക്ഷേ പലതിലും സത്യമാണ് കൂടുതൽ. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ല? മറ്റ് ഗുണങ്ങൾ കിട്ടുന്നത് കൊണ്ടുമാകാം. അപ്പോഴും അവനും ഭാര്യയും കുട്ടികളെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. പുതിയ തലമുറകളിലെ കുട്ടികളുടെ വ്യത്യസ്തത തിരിച്ചും അറിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാ കുട്ടികളും ഇങ്ങനെയാണെങ്കിൽ ലോകം തന്നെ മാറുകയില്ലേ? മാറേണ്ടതാണ്. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ ആവില്ല. ആ അറിവ് ദീപാങ്കുരൻ്റെ സാമാന്യ ബുദ്ധിയിൽ തന്നെ തെളിഞ്ഞതാണ്. തങ്ങളുടെ മക്കൾ മിടുക്കികളാണ്. എന്നാൽ അവർക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമോ? എതിർപ്പുകൾ ഉണ്ടാവില്ലേ? പഴയതിനെ കെട്ടിപ്പിടിച്ച് സുഖിച്ചു വാഴുന്നവർ, പഴയത് കണ്ടെത്തി സുഖിക്കാൻ എത്തുന്നവർ പിന്തുണയില്ലാത്തവരെ മുന്നോട്ട് കടത്തിവിടുമോ? വിടില്ല. അങ്ങനെയൊക്കെ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ലോകം തന്നെ മാറുമായിരുന്നില്ലേ? ജോലി കുറഞ്ഞ്, വരുമാനം കുറഞ്ഞ് അവൻ്റെ കുടുംബം കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുക തന്നെയായിരുന്നു. പക്ഷേ കുട്ടികളുടെ മനസ്ഥൈര്യം, അച്ഛാ നമുക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യണം. എന്ത് തൊഴിൽ?
എനിക്കറിയാവുന്ന കൂലിപ്പണിയാണ്. പക്ഷേ ഇതിനിയും പച്ച പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ചെത്തിമിനുക്കിക്കൊണ്ടു നടന്നിരുന്ന പറമ്പുകൾ കാട് കയറി നശിച്ചു. ചെയ്തിരുന്ന കൃഷികളെല്ലാം വിളറി വെളുത്ത് കിടക്കുന്നത് കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്നു. അതിൻ്റെയൊന്നും പൂർണ്ണ ഗുണം ആരും തന്നിട്ടില്ലെങ്കിലും അവകാശപ്പെട്ടതല്ലെങ്കിലും നശിച്ചു കിടക്കുന്നത് കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നു. ആരോട് പറയാൻ? അതിൻ്റെ ഉടമസ്ഥരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നിസ്സഹായരായി കൈമറത്തുന്നു. ജോലി ചെയ്താൽ നിനക്ക് കൂലി തരേണ്ടേ എന്ന് അവരൊക്കെ ചോദിക്കുന്നു. വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഏറെ ദയനീയമല്ലേ? മക്കൾ എന്താണ് പറയുന്നത്? നമുക്കൊരു കച്ചവടം തുടങ്ങിയാലോ? കച്ചവടമോ? അതെ, കച്ചവടം. എന്ത് കച്ചവടം? മീൻ കച്ചവടം. ഇവിടെ? എങ്ങനെ? അതിന് കാശ് വേണ്ടേ മക്കളെ? കാശിന് അമ്മയുടെ ആളുകളെ വയ്ക്കാം. സ്ഥലം കവലയിൽ കാല് കയറി കിടക്കുന്ന പറമ്പിൻ്റെ മൂലയിൽ ഒരു ഷെഡ് കെട്ടാൻ അനുവാദം സാറിനോട് ചോദിക്കാം. എൻ്റെ അധ്യാപകനല്ലേ? അവർ സമ്മതിക്കുമോ മക്കളെ? സമ്മതിക്കുമച്ചാ. ഞങ്ങൾ ചോദിച്ചു കൊള്ളാം. ഞങ്ങളും കൂടെ ഉണ്ടാവും. ദീപാങ്കരൻ ഭാര്യയെ നോക്കി. അവളുടെ മുഖം തെളിഞ്ഞു വരുന്നു, കൂടുതൽ തെളിഞ്ഞു വരുന്നു. മക്കളുടെ അവസരോചിതമായ മാനസിക വികാസം അവൻ അറിയുന്നു. അവർ വ്യാപാരം തുടങ്ങി. അവൻ, ഭാര്യ, മക്കൾ കച്ചവടക്കാരായി. ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനല്ല, അന്നത്തെ അന്നത്തിന് വേണ്ടി അവർ നേടുക തന്നെ ചെയ്തു. കോടികളുടെ കോഴയും അഴിമതികളും ശതകോടികളുടെ വ്യാപാരങ്ങളും ടൺ കണക്കിന് സ്വർണ്ണക്കടത്തും കൊഴുത്ത രാജ്യത്ത് ജീവിക്കാനുള്ള മീൻ കച്ചവടം. ആരോ അവരെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ ഇട്ടു. വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടു. അവരെ നാട്ടിൽ അറിയപ്പെടുന്നവരാക്കി. സ്ഥിരോത്സാഹികളായ അച്ഛനെയും അമ്മയെയും മക്കളെയും ഇൻ്റർവ്യൂ ചെയ്യാൻ പിന്നെ പലരും വന്നു. അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയുമില്ല. മക്കളുടെ ബുദ്ധിയാണത്. സൗജന്യമായൊരു പരസ്യം, കച്ചവടം മെച്ചപ്പെടുത്താനുള്ള കുറുക്കുവഴി. അവർ മെച്ചപ്പെട്ടു. എന്നാലും അതൊന്നും കോടീശ്വരനാകാനുള്ള മാർഗമായിരുന്നില്ല. അന്നം മുട്ടാതെയുള്ള ജീവിത യാത്ര മാത്രമായിരുന്നു. അവരുടെ ആഗ്രഹങ്ങളും അവിടെ വരെയേ ഉള്ളൂ. രാവിലെ 10 മണിയോടുകൂടി ദീപാങ്കുരന് അടുത്ത തുറയിൽ നിന്ന് മത്സ്യമെത്തും. കച്ചവടം തുടങ്ങും. അമ്മയും മക്കളും കൂടി ആവശ്യക്കാർക്ക് മത്സ്യം വൃത്തിയാക്കി കൊടുക്കും. ഉപഭോക്താവിനെ സംസാരിച്ച് കൂടെ നിർത്തേണ്ട ജോലി ദീപാങ്കരനുള്ളതാണ്. പൊതിഞ്ഞെടുക്കുന്ന സാധനങ്ങൾ വാഹനത്തിൽ എത്തിച്ച് വയ്ക്കുന്നതും അവൻ തന്നെ. വളരെ വ്യത്യസ്തമായൊരു വിപണന ശൈലി തെളിഞ്ഞു വരുന്നത് മക്കൾ കാണുന്നുണ്ട്. അവർക്ക് തോന്നി തങ്ങളുടെ അച്ഛൻ ഏത് സാഹചര്യത്തിലും യോജിക്കുന്ന ഒരു മനസ്സുകാരനാണെന്ന്. വിജയി തന്നെ. സായാഹ്നത്തിന് മുമ്പ് തന്നെ വിൽപ്പന കഴിഞ്ഞ് അവർ ഒരുമിച്ചാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. കുളി, വിശ്രമം, മക്കളുടെ പഠനം. ദീപാങ്കുരൻ സന്തോഷത്തിലേക്ക് വന്നു. കുടുംബവും മക്കളുടെ വിവരശേഖരണവും അച്ഛനെയും അമ്മയെയും പഠിപ്പിക്കുന്നതും ആ സമയത്ത് തന്നെ. ആ പഠനങ്ങൾ ദീപാങ്കരൻ്റെ സംസാരത്തിൽ വന്ന മാറ്റങ്ങൾ വ്യക്തമായിക്കൊണ്ടിരുന്നു. മത്സ്യം വാങ്ങാൻ വരുന്ന ചിലർ അസൂയ ജനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തിനേയും മനസ്സിലാക്കാനും വ്യവഹരിക്കാനുമുള്ള അവൻ്റെ കഴിവ് ഭാര്യയും തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ആ തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൻ്റെ വിജയമാണെന്ന് അറിയുന്നുണ്ട്. ട്രംപിൻ്റെ പരാജയത്തിൻ്റെ കാരണം ചൈന ഇന്ത്യ അതിർത്തി തർക്കത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, സ്വർണ്ണവേട്ട കേസിലെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ, ലഹരി വിൽപ്പനയും പുതുതലമുറയും തമ്മിലുള്ള ബന്ധം, മറ്റ് മാധ്യമങ്ങളും അവകാശ ധൂർത്തുകളും ശരിയെന്ന് പറഞ്ഞ് അവർ നിരത്തുന്ന കാര്യങ്ങൾ തെറ്റ്, മറ്റൊരു മാധ്യമക്കാരൻ കൊണ്ടുവരുന്ന തെളിവുകൾ, ആ നിഗമനത്തിലെത്താൻ കഴിയാതെ മടങ്ങി വെളിച്ചത്തിൽ മായയിൽ അകപ്പെട്ടു പോകുന്ന സാധാരണ ജനങ്ങൾ, സ്വപ്നങ്ങളും മോഹങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നവർ. എല്ലാത്തിൽ നിന്നും പലതും സ്വീകരിച്ച് മറ്റു പലതും തിരസ്കരിച്ച് ദീപാങ്കരൻ എത്തിച്ചേർന്നിരിക്കുന്ന നിലപാടുകൾ വരുന്ന പല ഉപഭോക്താക്കൾക്കും അവനെ തിരിച്ചറിയാൻ കഴിയുന്നു. പലർക്കും അവനോട് യോജിക്കാൻ കഴിയുന്നു. മീൻ വാങ്ങാനെത്തുന്ന അവൻ്റെ സ്ഥലവുടമ നിശബ്ദമായിട്ട് അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പറമ്പിൽ പണിക്ക് വന്നിരുന്ന കർഷക തൊഴിലാളി അല്ല അവൻ ഇന്ന് എന്ന് തിരിച്ചറിയുന്നു. ദീപാങ്കുര, നിനക്ക് പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചുകൂടെ? ഇലക്ഷനോ? എന്തിന്? നിൻ്റെ ജീവിതം മാറുകയാണ്. നിനക്കിവിടെ പലതും ചെയ്യാൻ കഴിയും. എൻ്റെ സാറേ, ഞാൻ ഈ മീൻ വിറ്റ് ജീവിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അത് ഇല്ലാതാക്കാനാണോ? ഇല്ലാതാക്കാനോ? അത് നിൻ്റെ ജീവിതമാർഗം. മറ്റേ നിൻ്റെ പ്രവർത്തനമണ്ഡലം. സാമൂഹിക ഇടപെടൽ. അതെ, സാമൂഹിക ഇടപെടൽ തന്നെ. അതെ, അതും വേണ്ട സാറേ. എനിക്കിപ്പോൾ 100 പേരെയെങ്കിലും നേരിട്ടറിയാം. അവരുടെയൊക്കെ സ്നേഹവും കിട്ടുന്നുണ്ട്. തെറ്റില്ലാതെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ മതി സാറേ. പക്ഷേ നിന്നെ മറ്റുള്ളവർക്ക് വേണമെങ്കിലോ? അത് ചുമ്മാ. എനിക്കും ചേരില്ല സാറേ. ആര് പറഞ്ഞു ചേരില്ലെന്ന്?
ആ ചോദ്യം അവൻ്റെ മനസ്സിൽ ഒരു തെളിച്ചമുണ്ടാക്കി. അവൻ ഭാര്യയെ മക്കളെ നോക്കി. അവരുടെ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. അവൻ സ്വയം ചോദിച്ചു, ജീവിതം മാറുക തന്നെയാണോ? അതേ എന്ന് തോന്നിയിരിക്കുന്നു. അവൻ ചിന്തിച്ചു, ഞാൻ ഏത് രാഷ്ട്രീയ കക്ഷിക്കാരന് ആണ്? ഇതേവരെ വോട്ട് ചെയ്ത് സ്ഥിരമായൊരു രാഷ്ട്രീയ ചിന്താഗതിക്ക് വേണ്ടിയുള്ളതായിരുന്നോ? അല്ലെന്ന് തോന്നുന്നു. സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യക്തിബന്ധങ്ങൾ വച്ചുകൊണ്ടാണ് വോട്ടുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് അവർ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒരു പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല. തോറ്റവരുടെ അടുത്തോ ജയിച്ചവരുടെ അടുത്തോ ഒരാവശ്യത്തിനും പറഞ്ഞ് ചെന്നിട്ടുമില്ല. ആരും അവനോട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് തിരക്കിയിട്ടുമില്ല. നീല റേഷൻ കാർഡ് മാറ്റിയെടുത്തു തരുവാൻ അന്നത്തെ നഗരസഭാ അംഗത്തോട് ആവശ്യപ്പെട്ടിട്ട് കിട്ടിയിട്ടുമില്ല. ജീവിതം മാറുമോ? ശൈലി മാറുമോ? അതുകൊണ്ട് ജീവിക്കാനല്ല, സമൂഹത്തിന് എന്നെ ആവശ്യമുണ്ടോ? സമൂഹം ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ചെയ്യാനാകുമോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ദീപാങ്കുര. വല്ലാത്തൊരു പ്രോത്സാഹനം. ചിന്താകുലമായ ദിനങ്ങൾ. നിശബ്ദമായ ചിന്തകളെ ഹരണം ചെയ്യുന്നത് ഭാര്യയുടെയും മക്കളുടെയും ഇടപെടലുകൾ. ദീപാങ്കുരൻ മാറാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ വേണം. അവൻ മാധ്യമങ്ങളിലേക്ക് ഊളിയിട്ട് നോക്കി. അവിടെ കിടമത്സരങ്ങളും വിലപേശലുകളും പുതിയ കാൽപ്പെട്ടലുകളും അന്തർധാരാ നാടകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഒരു എല്ലും കഷ്ണമെങ്കിലും കിട്ടുമോ എന്ന വികലമായ ചിന്തയിലേക്കാണ് ആ നോട്ടങ്ങൾ ചെന്ന് പതിച്ചത്. രണ്ടും കൽപ്പിച്ച് ദീപാങ്കുരൻ ഒരു കുപ്പായം തയ്പ്പിച്ചു. ആ കുപ്പായത്തിൻ്റെ നിറത്തോടുകൂടി അവൻ ഒരു പക്ഷത്തേക്ക് വരികയായിരുന്നു. തികഞ്ഞ ബോധത്തോടുകൂടി തന്നെ. ആ ബോധത്തിലെത്താൻ കുറേ കാര്യങ്ങൾ, പാഠങ്ങൾ ഗ്രഹിച്ചു. നല്ലതെന്ന് തോന്നി. നിറം കണ്ടെത്തിയവർ ദീപാങ്കുരനിൽ ഒരു വിജയെ കണ്ടെത്തി. എതിർപക്ഷത്തെ പരാജയപ്പെടുത്തി സ്വന്തം കക്ഷിക്ക് കരുത്തേകാൻ കെൽപ്പുള്ളവനാണെന്ന് കണ്ടെത്തി. വിൽപ്പന വേദിയിലേക്ക് ആനയിക്കപ്പെട്ടു. വിൽപ്പനയാകുമ്പോൾ ഫലവും പ്രതിഫലവും വേണ്ടതായി വന്നു ചേർന്നു. അത് ദീപാങ്കുരനെ കലുഷ മനസ്സനാക്കുകയാണ് ഉണ്ടായത്. അവൻ അതിനെ കണ്ടത് ഒരു സേവന പ്രവർത്തനം മാത്രമായിട്ടായിരുന്നു. ആ സേവനത്തിന് ഫലവും പ്രതിഫലവും നിശ്ചയിക്കപ്പെട്ടപ്പോൾ മനമെടുത്ത് കുപ്പായും ഊരിയെറിഞ്ഞ് സ്വസ്ഥമാകാൻ മോഹിച്ചു. ആ മോഹത്തെ തടസ്സപ്പെടുത്താൻ അവൻ്റെ സ്ഥലവുടമ വീണ്ടും വന്നു. ദീപാങ്കുര, നീ ഒരു മീൻ കച്ചവടക്കാരൻ മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ വിലയുള്ള ഒരു മത്സ്യം കൂടിയാണ്. അതുകൊണ്ടാണ് അവർ നിന്നെ തേടിയെത്തത്. എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിയില്ലെന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നിനക്ക് ചെമ്പിലും വെള്ളിയിലും തീർത്ത ഒരു മത്സ്യത്തിൻ്റെ വിലയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. സ്വർണ്ണ മത്സ്യത്തിൻ്റെ വിലയാണ് കാണേണ്ടത്. നീ കുപ്പായത്തിൻ്റെ നിറം മാറ്റുക. ഇത് കക്ഷി രാഷ്ട്രീയമാണ്, സ്വത്ത് രാഷ്ട്രീയമല്ല. ഇലക്ഷന് മത്സരിക്കാൻ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. അവൻ ഗ്രഹിക്കാനാകാതെ ദഹിക്കാനാകാതെ വിമ്മിട്ടപ്പെട്ടു. നയനങ്ങൾ തുറച്ചു വന്നു. ഹൃദയം വിജൃംഭിതമായി. എന്നിട്ട് മറ്റൊരു കുപ്പായം തയ്പ്പിച്ചു. ഏത് കുപ്പായക്കാരനാകാനും മടിയില്ലാത്തവനാണെന്ന് നാമകരണവും വന്നു. മൂന്നാമത്തെ കുപ്പായവും തീർത്തു. പക്ഷേ ഒരു കുപ്പായത്തിലും അവന് പൂർണ്ണനാകാൻ കഴിഞ്ഞില്ല. ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. യാത്ര പിന്നാക്കമായി. വെറുമൊരു മീൻ കച്ചവടക്കാരനായി നിലയുറപ്പിക്കാമെന്ന് തീരുമാനിച്ചു. കുപ്പായങ്ങൾ കത്തിച്ച് രാത്രി മക്കളുടെ വിദ്യകൾ കേട്ട് ഉറങ്ങി. പക്ഷേ നേരം പുലർന്നു വരവേ ഒരു പുതിയ കുപ്പായവും തയ്പ്പിച്ചുകൊണ്ട് അവന് മുന്നിലേക്ക് പുതിയൊരു കൂട്ടർ വന്നു. ദീപാങ്കുര, നീ ബുദ്ധിമാനാണ്, ദൃഢ മനസ്സിലുള്ളവനാണ്. നിനക്ക് യോജിക്കുന്ന കുപ്പായവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ ഇത് ധരിക്ക്. നിൻ്റെ ഭാവി ശോഭനമായിരിക്കും. ബൃഹത്തായൊരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. ധനമുണ്ട്, ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്. നിൻ്റെ വളർച്ച കോടീശ്വരനിലേക്കാണ്. പക്ഷെ നീ ഞങ്ങളുടെ തൊഴിലാളിയായിരിക്കും. എന്നാൽ ഞങ്ങൾ തൊഴിലാളിയായിട്ടല്ല കാണുന്നത്. നീ പ്രത്യേകിച്ച് ഒന്നും പണിത് ഉയർത്തേണ്ടതില്ല. ഞങ്ങളോട് കൂടി നിന്ന് പ്രവർത്തിച്ചാൽ മതി. അതിന് ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും വേണ്ട. നിനക്ക് കൃത്യമായിട്ട് ഫലം കിട്ടുകയും ചെയ്യും. എല്ലാം ഞങ്ങൾ ചെയ്തു തരും. എന്താണിത്? അത്ഭുതം, മായാജാലം. പിന്നീട് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു പുതുവഴികൾ, സ്വപ്നം പോലും കാണാത്തത്ര മേടുകൾ, പർവ്വത നിരകൾ. അവൻ ഭയന്നുപോയി. അടിമയാക്കപ്പെടുമോ എന്ന് ചിന്തിച്ചുപോയി. തീരുമാനമെടുക്കാൻ കഴിയാതെയായി. ഭാര്യ, മക്കൾ ഒന്നും പറയാതെ നിസ്സംഗരായി. അവൻ്റെ പറഞ്ഞു, ദീപാങ്കുര, അത് വേണ്ടെന്ന് വയ്ക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്ക്. നീ വെറുമൊരു മീൻ കച്ചവടക്കാരനായി ഈ കവലയിൽ, ഈ മണ്ണിൽ സമാധാനം ജീവിക്കുക. അല്ലെങ്കിൽ ഒരു 5ാമത്തെ കുപ്പായം തയ്പ്പിച്ച് മറ്റു കുപ്പായക്കാർക്ക് എതിരായി സ്വതന്ത്രനായി മത്സരിക്കുക. നമുക്ക് നോക്കാം എന്താകുമെന്ന്. നീ സ്വർണ്ണ മത്സ്യത്തെ പോലുള്ളവനാണെന്ന് കാണുന്നവർ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലായില്ലേ? നിലവിലുള്ള 4 കുപ്പായക്കാരും നിന്നെ തേടി വന്നില്ലേ?
നിന്റെ ധൈര്യം പുറത്തെടുക്ക്. വേണോ? വേണം. ദീപാങ്കുരൻ 5ാമത് കുപ്പായം തീർത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. മറ്റ് 4 കുപ്പായക്കാരെയും അവൻ തെരുവിൽ കണ്ടു. അവരൊക്കെ അവനെ നോക്കി എളിഭ്യമായി ചിരിച്ചു, അസഭ്യ വാക്കുകൾ പറഞ്ഞു. ദീപാങ്കരൻ വാശിയോടെ തന്നെ അവരെ സൗമ്യമായി വീക്ഷിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ എണ്ണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖങ്ങൾ തെളിഞ്ഞു തന്നെയിരുന്നു. മാസ്ക് ധരിച്ച് പുഞ്ചിരി മറച്ച മുഖങ്ങളും സാമൂഹിക അകലം പാലിച്ച് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരുന്ന ജീവിതങ്ങളും അവൻ കണ്ടു. സോഷ്യൽ മീഡിയകൾ വഴിയുള്ള പുതിയ ബന്ധങ്ങളും കുറേയേറെ കണ്ടു. സ്വന്തം വാർഡിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കുന്നുകളും കുഴികളും എണ്ണി തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. നീണ്ട ഒരു ദിവസത്തെ ഉറക്കവും കഴിഞ്ഞ് മീൻ കച്ചവടക്കാരനായി കവലയിലിറങ്ങി ഭാര്യയും മക്കളും അതുതന്നെ സ്വീകരിച്ചു. അവന് കിട്ടുന്ന വോട്ടിൻ്റെ കണക്കുകൾ കൂട്ടിയില്ല. ആരുമായും ചർച്ചകൾ നടത്തിയില്ല. പ്രവചനങ്ങളില്ലാത്ത അവൻ്റെ 3 രാവുകൾ കഴിഞ്ഞപ്പോൾ പിറന്ന സായാഹ്നത്തോടുകൂടി ദീപാങ്കുരൻ ജയിച്ചെന്ന് മാധ്യമങ്ങൾ ചർച്ചയോടുകൂടി അറിയിച്ചു. അവൻ സന്തോഷിക്കുന്നതിന് പകരം തൃശങ്കുവിൽ നിന്നു. ദീപാങ്കുരൻ്റെ ജീവിതം മാറുകയായി.